A+ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാരിൻ്റെ ഭരണ നേട്ടത്തിൻ്റെ ഭാഗമായി മാർച്ച് 1 മുതൽ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങളുടെ വില വലിയൊരു വർധനവിലേക്ക് പോവുകയാണ്. വിപണിയുടെ വിലയേക്കാളും 35% കുറച്ചാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ തരുന്നത് എന്നാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ എങ്ങനെയായാലും അടുത്ത മാസം 1-ാം തീയതി മുതൽ നിങ്ങൾ സപ്ലൈകോയിൽ പോകുമ്പോൾ 200 രൂപ മുതൽ 328 രൂപ വരെ അധികമായി കരുതുക. കാരണം അവിടെയെല്ലാം വില വർദ്ധിച്ചിരിക്കുകയാണ്. 13 ഇനം സാധനങ്ങളുടെ വില വർധനവ് ഇപ്പോൾ തന്നെ സർക്കാർ പബ്ലിഷ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഈ 13 ഇനം സാധനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വിലയേക്കാളും കുറവാണ് എന്ന് പറഞ്ഞാലും സപ്ലൈകോ സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയാണ്. 40 ലക്ഷം കുടുംബങ്ങൾ സപ്ലൈകോയിൽ നിന്നും സാധനം ഓരോ മാസവും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം സാധാരണക്കാരാണ്. ഈ സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയൊരു ഉദാസീനത വരുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയാണ്, ഒരു വലിയ വാസ്തവവും ആണ്, നിഷേധിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. പക്ഷേ ആ കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ കുറേ നാളുകൾ സപ്ലൈകോയിൽ സാധനങ്ങളെ ഇല്ലാത്ത സ്ഥിതി വന്നു. സബ്സിഡി സാധനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതി വന്നു. അവിടെ വിൽപ്പന വളരെയധികം കുറഞ്ഞു. ഇതെല്ലാം പൊതുവിപണിയിൽ സർക്കാരിൻ്റെ ഇടപെടൽ കർശനമാകാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് സംഭവിച്ചതാണ്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് റേഷൻ കാർഡ് കൊണ്ട് കാണിച്ചാൽ സബ്സിഡി ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വില വർധനവ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. മാർച്ച് 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നതെങ്കിലും മറ്റൊരു കാര്യം കൂടി ഇത് വെളിപ്പെടുത്തിയ മന്ത്രി, ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഓരോ 3 മാസവും ഇത് പരിഷ്കരിക്കും എന്നാണ് പറയുന്നത്. ഓരോ 3 മാസവും ഇത് പരിഷ്കരിക്കും. പൊതു വിതരണ വകുപ്പ് മന്ത്രി തന്നെ അത് സമ്മതിക്കുകയാണ്. അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും ഇത് പരിഷ്കരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുമെന്നാണ്. സാധാരണയിൽ മാർക്കറ്റിന്റെ വില ഇങ്ങനെ താഴേക്കല്ല പോവുക, മുകളിലേക്കാണ് പോവുക. അപ്പോൾ ഇനിയും വർദ്ധിക്കും എന്നുള്ളതാണ്. വില കുറഞ്ഞാൽ കുറയ്ക്കുമായിരിക്കും. പക്ഷേ സ്വാഭാവികമായും വില ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പൊതുസ്ഥിതി അനുസരിച്ച് വിലകൾ കുറയുകയല്ല, വില കൂടുകയാണ്. ഒന്നുകിൽ ഒരു സ്റ്റാഗ്നേഷൻ ലെവലിൽ നിൽക്കും, ഇല്ലെങ്കിൽ അത് കൂടുകയും ചെയ്യും. നമുക്ക് വില എത്രയാണെന്ന് കൂടി നോക്കാം. ചെറുപയർ 1 കിലോ നിങ്ങൾ ഇപ്പോൾ വാങ്ങാൻ പോയാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാർച്ച് 1 മുതൽ 92 രൂപ 63 പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതിൽ മാറ്റം വന്നുകൂടായികയില്ല കേട്ടോ. ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. ഇപ്പോൾ എത്ര രൂപ കൊടുക്കണം? 74 രൂപ മതി. 74 രൂപ കൊടുത്തുകൊണ്ടിരുന്ന ചെറുപയർ 1 കിലോയ്ക്ക് 92 രൂപ 63 പൈസ കൊടുക്കണം. വൻകടല വാങ്ങുന്നെങ്കിലോ 69 രൂപ 93 പൈസ കൊടുക്കണം. നേരത്തെ 43 രൂപ മാത്രമായിരുന്നു. പഞ്ചസാര 1 കിലോ 27 രൂപ 28 പൈസ ആയിരുന്നു. പൈസ ആണ് ഇനി നമ്മൾ കൊടുക്കേണ്ടത്. നേരത്തെ 22 രൂപ മാത്രം ആയിരുന്നു. ജയ അരിക്ക് നേരത്തെ 25 രൂപയായിരുന്നു, ഇനി 29 രൂപ 46 പൈസ കൊടുക്കണം. മട്ട അരിക്ക് ഇനി 30 രൂപ 86 പൈസ കൊടുക്കണം. നേരത്തെ വെറും 24 രൂപ മാത്രമായിരുന്നു 1 കിലോയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. കുറുവ അരിക്കാണെങ്കിൽ ഇനി മുതൽ 30 രൂപ 5 പൈസ കൊടുക്കണം. ഇപ്പോൾ നിലവിലെത്ര? 25 രൂപ മാത്രമാണ് ഈ രീതിയിൽ, അതായത് 5 രൂപ 5 പൈസ വർദ്ധിച്ചിരിക്കുന്നത്. പച്ചരിക്കാണെങ്കിലോ നിലവിൽ നമ്മൾ കൊടുക്കുന്നത് 23 ആണ്. മാർച്ച് 1 മുതൽ 26 രൂപ 8 പൈസ നമ്മൾ അധികമായി കൊടുക്കണം. ഉഴുന്നിനാണെങ്കിൽ 95 രൂപ 28 പൈസ അടുത്ത മാസം മുതൽ കൊടുക്കണം. നിലവിൽ വെറും 66 രൂപയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. വൻപയർ ആണെങ്കിൽ 75 രൂപ 78 പൈസ മാർച്ച് 1 മുതൽ കൂടുന്നു. നിലവിൽ 45 രൂപ മാത്രമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ഇനി തുവരപ്പരിപ്പിനാണെങ്കിൽ 111 രൂപ 48 പൈസ ഇനി നൽകണം. നിലവിൽ 65 രൂപ മാത്രമായിരുന്നു. നോക്കുക എത്ര വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഏകദേശം ഒരു ഇരട്ടിയോളം തുകയുടെ അടുത്തെത്തി നിൽക്കുന്നു. മുളക് 1/2 കിലോ വാങ്ങുന്നെങ്കിൽ 82 രൂപ 7 പൈസ നമ്മൾ കൊടുക്കണം. നിലവിൽ 75 രൂപ മാത്രമായിരുന്നു. മല്ലി 1/2 കിലോയ്ക്ക് 78 രൂപ, നിലവിൽ 79 രൂപ
ആയിരുന്നു. അത് ഒരു രൂപ ആ, ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ മല്ലിയുടെ കാര്യത്തിൽ പറയാം. വെളിച്ചെണ്ണ അര കിലോ ആണ്. അര കിലോയ്ക്ക് പറഞ്ഞിരിക്കുന്ന തുക 55 രൂപ 28 പൈസയാണ്. നിലവിൽ വെറും 46 രൂപയാണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. ഇത് 1 കിലോയുടെയും അര കിലോയുടെയും കാര്യമാണ് ഇപ്പോൾ വിവരിച്ച 13 ഇനങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഇത് നമ്മൾ 1 കിലോ കൊണ്ട് ഒരു മാസം പോകുന്നവരാണെങ്കിൽ ഈ വർധനവ് നമ്മൾ കൊടുക്കണം. 200 മുതൽ ഏതാണ്ട് 300-ൽ പരം 328 രൂപ വരെയാണ് വർധനവായി വരുന്നു എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. വിപണി വിലയേക്കാൾ കുറവാണ് എന്ന് പറയുന്നു. വിപണി വിലയേക്കാൾ കുറവാകുന്നതിന് വേണ്ടിയാണല്ലോ സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകാനും സപ്ലൈകോ എന്ന സ്ഥാപനം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. വിപണി വില എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും. അതിൻ്റെ ഒരു ദോഷം അനുഭവിക്കാതിരിക്കുന്നതിനാണ് സബ്സിഡി നൽകി സപ്ലൈകോയിലൊക്കെ ഇത്തരം സാധനങ്ങൾ സർക്കാർ എത്തിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് നേട്ടം ഉണ്ടായ ഒരു കാര്യമാണ്. ഏകദേശം 40 ലക്ഷത്തിൽ പരം ഫാമിലി ഇത് വാങ്ങിക്കൊണ്ടിരുന്നു. അവർക്കിപ്പോൾ അധികം തുക കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു സർക്കാർ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ആ വർധനവ് വന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. സർക്കാരിന് കിട്ടുന്ന എല്ലാ ഫീസുകളും വർദ്ധിപ്പിക്കുകയും അതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യമായ പല കാര്യങ്ങളും ഇല്ലാതാക്കുകയും നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത്തരം കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം.